1 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ അമീൻ സൂചിപ്പിച്ചിരുന്നു പ്രദേശത്ത് മഴ ശക്തമാകുന്നൊരു സാഹചര്യമുണ്ടോ, എന്താണ്, മഴ മാറി നിൽക്കുന്നുണ്ടോ, ഇനി മഴ തുടർന്നാൽ റെഡ് അലേർട്ട് ആണല്ലോ ജില്ലയിൽ. ഇപ്പോൾ മഴ തുടർന്നാൽ അത് എത്രത്തോളം ദുഷ്കരമായിരിക്കും ഈ സൈന്യത്തിന് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിൽ? ആര്യ, കഴിഞ്ഞ 2-3 മണിക്കൂറായിട്ട് വലിയ മഴ എന്നല്ല, മഴ തീരെ ഇല്ലായിരുന്നു. ചാറ്റൽ മഴയോ മഴത്തുള്ളികളോ പോലും ഇല്ലായിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറച്ചു നേരമായിട്ട് ഒരു അരമണിക്കൂറായിട്ട് മഴത്തുള്ളികൾ രൂപപ്പെട്ടു. പിന്നീട് ചാറ്റൽ മഴയായി അതിപ്പോൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥർ, സൈനികരൊക്കെ തന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, കയറി നിൽക്കാൻ പറ്റുന്ന ഇടങ്ങളിലേക്കൊക്കെ തന്നെ സൈനികർ മഴ നനയാതെ മാറി നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഞാനും മഴ നനഞ്ഞാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തിറങ്ങുന്നുണ്ട്, നമുക്കത് പ്രകടമാണ്. അതിനി അങ്ങനെ നിന്ന് ആ മഴ കൂടുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അത് ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നുമാണ്. പ്രത്യേകിച്ച് റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ വലിയൊരു മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും രാവിലെ നടക്കാനിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തെയും വലിയ രീതിയിൽ അത് ബാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇതിനോടകം തന്നെ വലിയ മണ്ണും ചെളിയും പാറക്കഷണങ്ങളും തടിക്കൂട്ടങ്ങളും ഒക്കെ വന്ന് അതിനിടയിൽ പെട്ടുകിടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവിടേക്ക് വീണ്ടും വലിയ മഴ പെയ്ത് ആ ചെളി രൂപപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ കാലുറപ്പിച്ച് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താനാകാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശം, ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ വലിയ ചെളിക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ചെളി എന്ന് പറയുമ്പോൾ വെറും കലങ്ങിമറിഞ്ഞ ചെളി മാത്രമല്ല, നമ്മൾ കാലൂന്നുമ്പോൾ കാല് താഴേക്ക് ആണ്ടുപോകുന്ന തരത്തിലുള്ള ചെളിക്കൂനകളായത് മാറിയിട്ടുണ്ട്. അത് മുകളിലേക്ക് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ചെളിക്കൂനകളാണ്, വലിയ ചെളിക്കുണ്ടുകളാണ്. ആ അപകടം നടന്ന സ്ഥലങ്ങളിൽ ഈ കെട്ടിടങ്ങളും മണ്ണുമൊക്കെ വന്ന് അടിഞ്ഞിട്ട് അവിടെ കാലുറപ്പിച്ച് നിൽക്കാനാകാത്തൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ തന്നെയുണ്ട്. അത് വലിയ മഴ പെയ്ത് വീണ്ടും രൂക്ഷമാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തെയൊക്കെ അത് വലിയ രീതിയിൽ ബാധിക്കും. പക്ഷേ ഈ പാലം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് ഈ യന്ത്ര സാമഗ്രികൾ, ഈ ചെറു ഹിറ്റാച്ചികളും JCBകളും ഒക്കെ അകത്തേക്ക് കടത്തിവിടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ആളുകൾ നിന്ന് ആ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി മഴ കനത്താലും അത് കുറച്ചുകൂടി നമുക്ക് ദ്രുതഗതിയിലാക്കാനോ വലിയ പ്രതിസന്ധിയില്ലാതെ, എന്നാലും ദുഷ്കരമായിരിക്കും, പക്ഷെ എന്നാലും വലിയ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടും. അത് 2 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന്, എത്ര പെട്ടെന്ന് ഈ ബെയിലി പാലം തയ്യാറാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, മഴ പെയ്യുമോ, പെയ്താൽ തന്നെ അത് ഏത് രീതിയിലായിരിക്കും. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയുടെ തോത് എങ്ങനെയായിരിക്കും, ആ മഴ അതെങ്ങനെയായിരിക്കും പെയ്തിറങ്ങുക എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും നാളത്തെയല്ല ഇന്നിനി നടക്കാനിരിക്കുന്ന രാവിലെ മുതൽ നടക്കാനിരിക്കുന്ന രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഏതായാലും ഇന്നലെ രാത്രി മുതൽ തന്നെ നിരവധി ചെറു ഹിറ്റാച്ചികളും JCBകളും ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിരവധി ആംബുലൻസുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് രക്ഷാപ്രവർത്തകർ ഇന്നലെ രാവിലെ ഈ പ്രദേശങ്ങളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഒരു പക്ഷേ ഇനി രാവിലെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ കൂടുതൽ ആംബുലൻസുകൾ ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ദുരന്ത മേഖലയിലേക്ക് ഈ പാലത്തിലൂടെ നേരിട്ട് തന്നെ കടന്നു പോകാമെന്നുള്ളത്. ഇപ്പോൾ സമയം 1:04 ആയിരിക്കുകയാണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം അതിവേഗം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിന്റെ ആദ്യഘട്ടം ഏതായാലും പൂർത്തിയായിരിക്കുകയാണ്.